ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ ഡിവൈസ് അല്ലെങ്കിൽ മെഡിക്കൽ പ്രോഡക്റ്റിൻ്റെ ലോഞ്ചിന് വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി നമ്മുടെ കൂടെ ഉള്ളത് അലിക്കോൺ മെഡിക്കൽസ് എന്ന് പറയുന്ന നമ്മുടെ ഒരു സ്റ്റാർട്ടപ്പ്, ശ്രീചിത്രയിൽ തന്നെ തുടങ്ങിയ സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ സുനിത് നമ്മുടെ കൂടെയുണ്ട്. അതുപോലെ ഈ ഇത്രയും പ്രത്യേകതയുള്ള ഒരു മെഡിക്കൽ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത ഡോക്ടർ അനിൽകുമാർ TV, അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസും ഹോൾ ടീം, അദ്ദേഹത്തിൻ്റെ ലാബറട്ടറിയിലുള്ള എല്ലാവരും നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഇത്തരം ഒരു പ്രോഡക്റ്റ്, അതായത് ഒരു എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സ് ബേസ്ഡ് ആനിമൽ ഒറിജിനിലുള്ള ഫാം ആനിമൽസിൽ നിന്ന് എടുക്കുന്നതിനെ വളരെയധികം വാല്യൂ ചെയ്തിട്ടുള്ള ഒരു വൂണ്ട് ഡ്രസ്സിംഗ് മെറ്റീരിയലാക്കി മാറ്റുന്നതിനുള്ള ടെക്നോളജിയാണ് ഇവർ അനിലിൻ്റെ ടീം വികസിപ്പിച്ചത്. അത് സക്സസ്ഫുള്ളായി അത് കൊമേഴ്സ്യൽ ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി മുതിരുകയും അവർ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഇതിൻ്റെ റെഗുലേറ്ററി അപ്രൂവൽസ് വേണ്ടി, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഇതിനെ ക്ലാസ് D, അതായത് ഏറ്റവും റിസ്ക് ഉള്ള പ്രോഡക്റ്റുകളെയാണ് നമ്മൾ ക്ലാസ് D ഡിവൈസ് എന്ന് പറയുന്നത്. അത്തരം ക്ലാസ് D ഡിവൈസിനെ ആക്കി മാറ്റുകയും അതിനു വേണ്ടിയുള്ള റെഗുലേറ്ററി അപ്രൂവൽ വാങ്ങിയെടുക്കുക. അത് നമ്മളൊരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തുകൊണ്ട് മാത്രം കിട്ടുന്നതല്ല, മറിച്ച് അതിനെ കൺവിൻസിംഗ് ആയിട്ട്, ഇത് സക്സസ്ഫുള്ളും ആൻഡ് കൺവിൻസിംഗ് ആയിട്ട് അത് ഉണ്ടാക്കുന്നതും അതിൻ്റെ സേഫ്റ്റി ഇഷ്യൂസും അതിൻ്റെ ആപ്ലിക്കേഷനിൽ എന്തൊക്കെ തരം ആവശ്യങ്ങൾക്ക് അത് ഉപയോഗിക്കാമെന്നും അത് റെഗുലേറ്ററി കൺവിൻസ് ചെയ്യുമ്പോൾ മാത്രമേ അതിനങ്ങനെ ഒരു റെഗുലേറ്ററി അപ്രൂവൽ കിട്ടുകയുള്ളൂ. അപ്പോൾ അത് നേടിയെടുക്കാനും ഉള്ള എല്ലാത്തരം ശ്രമങ്ങളും ഈ രണ്ടു കൂട്ടരും കൂടി ചേർന്നൊരുക്കിയത് കൊണ്ടാണ് ഇന്ന് നമുക്ക് ഇങ്ങനെ ഒരു ഈ പ്രോഡക്റ്റ് ഇവിടെ ലോഞ്ച് ചെയ്യാൻ കഴിയുന്നത്. ആൻഡ് വളരെ സന്തോഷകരമായിട്ട് പറയട്ടെ, ഇത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഈ ഇത്രയും ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതും. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പ്രയത്നങ്ങളും എടുത്ത ഈ രണ്ടു കൂട്ടുകാരെയും ഞാൻ ഈ സമയത്ത് അഭിനന്ദിക്കുകയാണ്. അപ്പം ഈ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് ഞാൻ ഡോക്ടർ അനിൽകുമാറിന്. എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനിൽകുമാർ, ഈ റിസർച്ച് ടീമിൻ്റെ ലീഡറാണ്. കഴിഞ്ഞ 20 വർഷമായിട്ട് ഞങ്ങൾ ഈ മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ടെക്നോളജി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങൾക്കും കോശങ്ങളുമുണ്ട്, കോശഇതര പദാർത്ഥങ്ങളുമുണ്ട്. അപ്പം ഈ കോശങ്ങളെ മാറ്റിയിട്ട് കോശഇതര പദാർത്ഥങ്ങൾ വേർതിരിച്ചെടുത്തു കഴിഞ്ഞാൽ വളരെയധികം മെഡിക്കൽ യൂസ് ഉണ്ട്. അത് അമേരിക്കൻ ടെക്നോളജിയാണ് ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ളത്. അവർ ചെറുകുടൽ, യൂറിനറി ബ്ലാഡർ, മറ്റ് പല അവയവങ്ങളിൽ നിന്നും ഈ കോശങ്ങളെ മാറ്റി ഈ കോശഇതര പദാർത്ഥങ്ങളെ വേർതിരിച്ചെടുത്തിട്ട് ശരീരത്തിൻ്റെ പല ഭാഗത്തും അത് പ്ലാസ്റ്റിക് സർജറി പോലെ അത് ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് ഇന്ത്യയിൽ ഈ ടെക്നോളജി അവൈലബിൾ ആയിരുന്നില്ല. അതുകൊണ്ട് ഈ പറയുന്ന പ്രോഡക്റ്റുകൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടാണ് രോഗികളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ബേൺ വിക്ടിംസ്, അൾസർ, ഡയബറ്റിക് അൾസർ വന്ന വൂൺസ്, ഇങ്ങനെയുള്ളതിനൊക്കെ ഇത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ആ ഒരു പശ്ചാത്തലത്തിൽ ഞങ്ങളെ ഗവേഷണ ടീം ചെയ്തത് സസ്തനികളിലുള്ള പിത്താശയത്തിൽ നിന്നും ഈ കോശങ്ങൾ മാറ്റി കോശേതര പദാർത്ഥം വേർതിരിച്ചെടുത്തു. എന്നിട്ട് അതിന് പല ഉപയോഗത്തിന് വേണ്ടി മൃഗങ്ങളിൽ പരീക്ഷണം നടത്തി. പ്രധാനമായിട്ടും എലികളിലും മുയലിലുമാണ് പരീക്ഷണങ്ങൾ നടത്തിയത്. പലതരത്തിലുള്ള ഊണ്ട്, ബേൺ ഊണ്ട്, പിന്നെ ഡയബറ്റിക് ഇൻഡ്യൂസ് ചെയ്തിട്ട് അതിൽ ഊണ്ടുണ്ടാക്കി പരീക്ഷിച്ചു. അങ്ങനെ പരീക്ഷിച്ചപ്പോൾ കണ്ടത് ഒരു മുറിവ് ഉണങ്ങാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യവും ഈ പറയുന്ന നമ്മൾ ടിഷ്യൂ എഞ്ചിനീയറിംഗ് സ്കഫോൾഡ് എന്നാണ് ഇതിനെ പറയുന്നത്. ഈ സ്കഫോൾഡ് ഊണ്ടിൽ മുറിവുകളിൽ വയ്ക്കുകയാണെങ്കിൽ അത് ഊണ്ട് പെട്ടെന്ന് ഹീൽ ചെയ്യും. ശരീരത്തിൻ്റെ അകത്തുള്ള റീജനറേറ്റീവ് റിയാക്ഷൻ, അതായത് സ്വയം മലയാളം എനിക്കറിയില്ല, റീജനറേറ്റീവ് റിയാക്ഷൻ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ഊണ്ട് പെട്ടെന്ന് ഉണങ്ങാനായിട്ട് സാധിക്കുകയും. അങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. അത് ഒരു എനിക്കൊന്ന് 2016 തോന്നുന്നു, എൻ്റെ ലാബിൽ വർക്ക് ചെയ്തിരുന്ന അരുൺ ജ്യോതി എന്ന് പറയുന്ന ഒരു ടെക്നീഷ്യൻ ഉണ്ടായിരുന്നു. അദ്ദേഹം കുവൈറ്റിൽ ജോലിക്ക് പോയി. കുവൈറ്റിൽ അദ്ദേഹം ഒരു പ്രാവശ്യം വന്നപ്പോൾ അദ്ദേഹം 2 സുഹൃത്തുക്കളുമായിട്ടാണ് വന്നത്. വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, സാറേ ഞങ്ങൾക്കൊരു കമ്പനി തുടങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്, നമുക്ക് ആവശ്യമുള്ള ഗൈഡൻസ് തരുമോ എന്ന് ചോദിച്ചു.
അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അരുൺ ജ്യോതിയും സിറാജുദ്ദീനും ഷിനു നായർ ഇവർ 3 പേരുമാണ് വന്നത്. അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഈ പ്ലാന്റ്സിൽ നിന്നുണ്ടെങ്കിലൊക്കെ സെപ്പറേറ്റ് ചെയ്തെടുത്ത് മെഡിക്കൽ ഉപയോഗത്തിന് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. അവർ വളരെ സന്തോഷത്തോടെ അത് കൊണ്ടുപോയിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും വന്നു പറഞ്ഞു സാറിൻ്റെ പ്രോഡക്റ്റ് ഞങ്ങൾ ഏറ്റെടുക്കാനായിട്ട് തീരുമാനിച്ചു. പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ടെക്നോളജി ട്രാൻസ്ഫർ. 2017 അതിൻ്റെ ടെക്നോളജി ട്രാൻസ്ഫർ നടന്നു. പിന്നെ ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രി ലെവലിലേക്ക് പോയപ്പോൾ വളരെ ദുർഘടമായിട്ടുള്ള കാര്യങ്ങളാണ് ഉണ്ടായത്. കാര്യം സ്റ്റാറ്റ്യൂട്ടറി റെഗുലേഷൻസ് ഫോളോ ചെയ്യണം. അതിന് എനിക്ക് തോന്നുന്നത് സുനിത് ബ്രദറായിരിക്കും അതിനെപ്പറ്റി പറയാനായിട്ട് കൂടുതൽ യോഗ്യനായിട്ടുള്ള ആൾ. ഇതാണ് ഈ പ്രോഡക്റ്റിൻ്റെ സവിശേഷത. മുറിവുകൾ വയ്ക്കുകയാണെങ്കിൽ കലകളില്ലാതെ തന്നെ, കലകളില്ല എന്ന് പറയാൻ പറ്റില്ല, വളരെ കുറഞ്ഞ നിലയിൽ കലകൾ മാത്രം ശേഷിപ്പിച്ചിട്ട് മുറിവ് ഉണങ്ങും. അത് വളരെ ഒരു മെഡിക്കൽ ആംഗിളിൽ നോക്കുകയാണെങ്കിൽ വളരെ ഉന്നതമായിട്ടുള്ള ഒരു പേഷ്യൻ്റ് കെയറിന് ആവശ്യമുള്ള സാധനമാണ്. താങ്ക് യു. എൻ്റെ പേര് സുനിത്, അലിക്കോൺ മെഡിക്കലിൻ്റെ ഡയറക്ടറാണ്. അനിൽ സാറ് പറഞ്ഞതുപോലെ 2016-17 കാലഘട്ടത്തിലാണ് അലിക്കോൺ മെഡിക്കൽ എന്ന് പറയുന്ന കമ്പനി സ്ഥാപിക്കപ്പെടുന്നതും ഈ ഒരു ടെക്നോളജി ശ്രീധരയിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് അലിക്കോൺ വാങ്ങുന്നത്. അതിനുശേഷം ആ 2017 മെഡിക്കൽ ഡിവൈസ് റൂൾ, പുതിയ മെഡിക്കൽ ഡിവൈസ് റൂൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പുറത്തിറക്കുന്നതും ആ റൂളിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന പ്രോഡക്റ്റ് അനിമൽ ഡിറൈവ്ഡ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് അതൊരു ക്ലാസ് ഡി പ്രോഡക്റ്റ്, ഹൈ റിസ്ക് പ്രോഡക്റ്റിൻ്റെ കാറ്റഗറിയിലേക്ക് വരികയും ചെയ്തു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള റെഗുലേറ്ററി ടെസ്റ്റുകളും സ്റ്റെബിലിറ്റി ടെസ്റ്റ്, സേഫ്റ്റി ടെസ്റ്റ്, അങ്ങനെ ഒരുപാട് റിലേറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അതെല്ലാം കുറേയധികം കടുപ്പമേറിയതാണ്, ഫിനാൻഷ്യലി കുറേയധികം ബേർഡൻ ഉണ്ടാക്കുന്നതാണ്. ആദ്യം ഞങ്ങളത് വളരെയധികം ബുദ്ധിമുട്ടി. അത് ഞങ്ങൾക്ക് അതിനിടയിൽ ബൈറാക്ക് ഗ്രാൻഡ് കിട്ടി, ബിഗിൻ്റെ ഗ്രാൻഡ് കിട്ടി, ബൈറാക്കിൻ്റെ തന്നെ ബിഗ് ഗ്രാൻഡ് കിട്ടി, DSTയുടെ നിധി സീഡ് ഫണ്ട് കിട്ടി. ഇതെല്ലാം ഞങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തു ആ സമയത്ത്. അവസാനം 2023 CDSCയുടെ ക്ലാസ് ഡി ലൈസൻസ് ഞങ്ങൾക്ക് ലഭിച്ചു. അതുവരെയും ഞങ്ങൾ അത്രയും സ്ട്രഗിൾ ചെയ്തെങ്കിലും ഞങ്ങൾക്കത് മനസ്സിലായൊരു കാര്യം, മെഡിക്കൽ ഡിവൈസ് റൂൾ 2017 വന്നിട്ടുള്ളത് നമ്മുടെ CE രജിസ്ട്രേഷനും അതുപോലെ FDA രജിസ്ട്രേഷനും ഒക്കെ ആയിട്ട് ഏകദേശം കിടപിടിക്കുന്ന ഒരു റൂൾ തന്നെയാണ്. അപ്പോൾ അത്രയും ക്വാളിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റ് നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും ആ ഒരു കാറ്റഗറിയിൽ, ആ ഒരു എന്താ പറയുന്ന ഈ മെഡിക്കൽ ഡിവൈസ് ക്ലാസ് ഡി മെഡിക്കൽ ഡിവൈസ് റൂളിൻ്റെ, പുതിയ മെഡിക്കൽ ഡിവൈസ് റൂളിൻ്റെ അടിസ്ഥാനത്തിൽ അത്രയും നല്ല പ്രൊഡക്റ്റ് നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. അങ്ങനെ 2023 ഞങ്ങൾക്ക് മാനുഫാക്ചറിങ് ലൈസൻസ് കിട്ടിയതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് അതിൻ്റെ ഒരു ക്ലിനിക്കൽ ഇവാലുവേഷൻ. നമുക്ക് ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യണം. എത്രത്തോളം ഡോക്ടേഴ്സിന് അത് കൺവിൻസിങ് ആവും പേഷ്യൻസിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. കാരണം നമ്മുടെ ഒരു പുതിയ ഒരു കമ്പനിയാണ്, പുതിയ പ്രൊഡക്റ്റാണ്, ശ്രീചിത്രയുടെ ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് പല ഡോക്ടേഴ്സും അത് വളരെയധികം താല്പര്യപ്പെട്ടു. നിലവിൽ ഈ ഒരു പ്രോഡക്റ്റ്, ഈ രീതിയിലുള്ള പ്രോഡക്റ്റ് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത് വരുന്നത് മാത്രമേ ഉള്ളൂ, നമ്മുടെ ഇപ്പോൾ ഇന്ത്യയിൽ ഇല്ല. അപ്പോൾ കോസ്റ്റും അതനുസരിച്ച് നല്ല രീതിയിൽ കുറക്കാൻ പറ്റും. നമ്മുടെ പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇപ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റിന് 70,000 rupees ആണെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിന് 10,000 rupees എന്ന നിലയിലോട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അത്രത്തോളം കോസ്റ്റ് കുറയ്ക്കാൻ സാധിക്കുന്നു. പ്രൊഡക്റ്റ് ശ്രീധര ടെക്നോളജി അതുകൊണ്ട് ഡോക്ടേഴ്സ് വളരെയധികം താല്പര്യപ്പെടുന്നു. പിന്നെ ഉള്ളത് പല ഡോക്ടേഴ്സിനെ നമ്മളത് കൺവിൻസ് ചെയ്യിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഡോക്ടേഴ്സിന്, സർജൻസിന് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യപ്പെടുന്നത് നോൺ ഹീലിംഗ് അൾസേഴ്സിലാണ്. അതായത് മിക്കവാറും ഒരുപാട് വേദന സഹിച്ചും കഷ്ടപ്പെടുന്ന ഒരുപാട് രോഗികളുണ്ട്. ഈ മുറിവുകൾ ഉണങ്ങാത്ത ലെപ്രസി പേഷ്യൻസ്, അത് കുറച്ചധികം ആയിക്കഴിഞ്ഞ് ഇൻഫെക്ഷൻ വന്ന് ആ ഓർഗൻ തന്നെ മുറിച്ച് കളയേണ്ടി വരും. അതുപോലെ തന്നെ ഡയബറ്റിക് ഫുട്ട് അൾസേഴ്സ് ഉള്ളവർ, വീനസ് അൾസേഴ്സ് ഉള്ളവർ,
പ്ലാസ്റ്റിക് സർജറിയിൽ യൂസ് ചെയ്യാൻ സാധിക്കും. ബേൺ അപ്പോൾ നമ്മൾ DY പാട്ടീൽ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജ് DY പാട്ടീൽ മെഡിക്കൽ കോളേജ് പൂനെയിൽ അത് യൂസ് ചെയ്തപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സിന് വളരെയധികം സന്തോഷം, അതുപോലെ പേഷ്യൻസിനും ഒരുപാട് ഹാപ്പി ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റായിരുന്നു. കാരണം അവർ പല പ്രൊഡക്റ്റും യൂസ് ചെയ്തിട്ടും അതൊന്നും ഹീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് പൂർണ്ണമായിട്ട് ഹീൽ ചെയ്യാൻ സാധിച്ചു. ആ പേഷ്യൻസിൻ്റെ സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഹീലായില്ലെങ്കിൽ ലെപ്രസി സംഭവിക്കുന്ന ആ ഓർഗൻ കട്ട് ചെയ്ത് കളയേണ്ടി വരും, വേറെ ഒന്നും ചെയ്യാനില്ല അവിടെ. അപ്പോൾ അത് ഒരുപാട് നമുക്കും കോൺഫിഡൻസ് കൂട്ടിയതും സന്തോഷം നൽകിയിട്ടുള്ള കേസാണ്. അതുപോലെ ഡയബറ്റിക് അൾസേഴ്സ് ഉള്ള പേഷ്യൻസിൽ പല ഹോസ്പിറ്റലുകളും യൂസ് ചെയ്തു. നമുക്ക് ഈ ഡോക്ടേഴ്സിൻ്റെ അടുത്തെല്ലാം യൂസ് ചെയ്തവർക്കെല്ലാം ഇവിടുത്തെ നിന്നും നമുക്ക് പോസിറ്റീവ് റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളൂ. നമുക്കൊരു നെഗറ്റീവ് അങ്ങനെ കിട്ടിയിട്ടില്ല. എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഉള്ളത് പേഷ്യൻ്റ് കെയറും അതിനോട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്നത് പേഷ്യൻ്റ് കെയറും ആപ്ലിക്കേഷനും ഉണ്ട്. ആപ്ലിക്കേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. അതും നല്ല രീതിയിൽ നടത്തിയാൽ മാത്രമാണ് ഇതിനൊരു കംപ്ലീറ്റ് സക്സസ് ഉണ്ടാവുക. നിലവിലിപ്പോൾ നമ്മളൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അലിക്കോൺ മെഡിക്കൽ ഈ കോൾഡെയിമിൻ്റെ ഒരു ബ്രാൻഡ് എന്ന് വെച്ചാൽ അത് പേഷ്യൻസിൽ യൂസ് ചെയ്ത് ഡോക്ടേഴ്സ് സാറ്റിസ്ഫൈ ആയി വന്നതിന് ശേഷമാണ് അതൊരു കൊമേഴ്സ്യലി നല്ല രീതിയിലൊരു പിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. കൊമേഴ്സ്യലി മാർക്കറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 2025 മാർക്കറ്റിംഗ് സെക്ടറിലോട്ട് ഇറങ്ങിയിട്ടുള്ളത്, മാർച്ച് മെയ്യോട് കൂടി. ഇപ്പോൾ അതിൻ്റെ ഇവാലുവേഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. പ്രൊഡക്റ്റ് അമൃത ഹോസ്പിറ്റൽ പോലെയുള്ള പ്രൊഡക്റ്റ് കൊച്ചിയിൽ, അതുപോലെ ലേക്ക് ഷോർ, പിന്നെ ഇവിടെ SP മെഡിഫോർട്ട്, കിംസ്, അതുപോലെ ചെന്നൈയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അത് ഡൽഹിയിലും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇൻ ഫ്യൂച്ചർ ഈ വർഷം ഞങ്ങൾ നല്ലൊരു ഗ്രോത്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഓൾമോസ്റ്റ് നല്ല രീതിയിലുള്ള റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു, നല്ല രീതിയിലുള്ള ഔട്ട്കംസ് വന്നുകൊണ്ടിരിക്കുന്നു. നല്ലൊരു ഗ്രോത്ത് ഞങ്ങൾ ഈ വർഷം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. താങ്ക് യു. അപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താൻ തോന്നുന്നു. കാരണം ഇന്ത്യ ഇത്തരം ക്രിട്ടിക്കൽ ടെക്നോളജികൾ സ്വയം പര്യാപ്തം നേടേണ്ട ആവശ്യം ഇപ്പം മുമ്പത്തേക്കാൾ ഏറെ നമുക്ക് ഈ കാലഘട്ടത്തിൽ അറിയാവുന്നതാണ്. അപ്പോൾ അതുപോലെ ഇത്തരം വളരെ ക്രിട്ടിക്കൽ ടെക്നോളജി വേണമെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്ന ശാസ്ത്രജ്ഞന്മാരും അവർക്ക് ഹെൽപ്പ് ചെയ്യാനുള്ള ഇൻഡസ്ട്രികൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പൊതുജനങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ അനിൽകുമാറും അദ്ദേഹത്തിൻ്റെ ടീമും നടത്തിയ ഗവേഷണവും അവർ വളരെ മൂല്യമേറിയ ഗവേഷണ പ്രബന്ധങ്ങളും അതിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടെങ്കിൽ മാത്രമേ അതിനെ നമുക്ക് കൺവിൻസ് ചെയ്യിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ റെഗുലേറ്റർ ആയിക്കോട്ടെ, അതൊരു ക്ലിനീഷ്യൻസ് ആയിക്കോട്ടെ. അപ്പോൾ അത്രയും ഒരു ബാക്ക്ഗ്രൗണ്ട് അവർ ചെയ്യുകയും അതിൻ്റെ പുറകെ ഇത് അലിക്കോൺ പോലുള്ള ഒരു സ്റ്റാർട്ടപ്പ് അതും ഒരു വലിയ നല്ല കാര്യമാണ്. കാരണം അവരെ പോലുള്ളൊരു സ്റ്റാർട്ടപ്പ് ഇത്തരം ഒരു ക്ലാസ് 3, ക്ലാസ് 4 പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളത് കൂടെ കാണിച്ചത് ഇത് ഒരു നല്ല ഭാവിയിൽ ഇത്തരം പ്രോഡക്റ്റുകൾ ഇനിയും ഉണ്ടാകാനുള്ള നല്ല ഇതിൻ്റെ നിമിത്തമായി കൂടി ഈ ദിവസത്തെ ഞാൻ കരുതുന്നു. ഒരു പോയിന്റ് കൂടെ ചേർക്കാനുണ്ട്. സുനിത് ബ്രദർ പറഞ്ഞതുപോലെ അത് പ്രോഡക്റ്റായിട്ട് ഇൻഡസ്ട്രി ലെവലിൽ പ്രോഡക്റ്റാക്കി മാറ്റാനായിട്ട് കുറേയധികം കഷ്ടം. ഇപ്പം ഞങ്ങളെപ്പോലെയുള്ളവർ ശാസ്ത്രജ്ഞന്മാർ ലാബിൽ വർക്ക് ചെയ്യുന്നത് സൂക്ഷ്മമായിട്ട് ലാബിൻ്റെ അകത്തിരുന്ന് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഒരു നല്ലൊരു കാര്യം എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് ഫേസിൽ ഇൻഡസ്ട്രിയിലുള്ള ആളുകളുമായിട്ട് അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായിട്ട് ഇൻ്ററാക്ട് ചെയ്ത് അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാനും അത് ഒരു ശാസ്ത്രജ്ഞൻ്റെ രീതിയിൽ നിന്ന് എങ്ങനെ അത് പരിഹരിക്കാമെന്നുള്ളത് കാണിച്ചുകൊണ്ട് അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഇത് പ്രോഡക്റ്റായിട്ട് വന്നത്. മറ്റ് പല സന്ദർഭങ്ങളിൽ ഇങ്ങനെ ഒരു ഇൻ്ററാക്ഷൻ നടക്കാറില്ല. ശാസ്ത്രജ്ഞന്മാർ ലാബിൽ തന്നെ ഇരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഒരു ക്ലിനീഷ്യൻ എന്ന് പറയുന്ന ആൾ ഒരു ദിവസം ഒരു 10-100 പേഷ്യൻറ്റിനെ കാണും. ഒരു സർജൻ എന്ന് പറയുന്ന ആൾ 1-2 പേഷ്യൻ്റ് ദിവസവും സർജറി ചെയ്യും. പക്ഷേ ഞങ്ങളെപ്പോലെയുള്ളവർ ഒരു സർജറി ചെയ്യാനായിട്ട് ഇപ്പോൾ ഇതായി 20 വർഷമാണ് എടുത്തത്. അപ്പം അത്രയും ദൈർഘ്യമേറിയ പ്രോസസ്സാണ്. അത് ഞങ്ങൾ സക്സസ്ഫുള്ളായിട്ട് കൊണ്ടു നടന്നു എന്നുള്ളതും എൻ്റെ ടീം മെമ്പേഴ്സ് ഇവിടെ ഉണ്ട്. ഞാൻ അവരെ അനുമോദിക്കുകയാണ്. താങ്ക് യു.